UK and യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ smileytrips.com-ൽ കോൺടാക്ട് ചെയ്യുക. UK and Europe ടൂർ എക്സ്പെർട്ട്. എല്ലാവർക്കും ഇങ്ങനെ തോന്നി അതാണോ, പക്ഷെ അതാണോ എന്ന് ചോദിക്കാൻ ഒരു മടി. അവനിങ്ങനെ പറയത്തില്ല, പറഞ്ഞ അത് തന്നെ. ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സംസാരിക്കുക, വെറുതെ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് നടക്കുക. നേരെ പോയൊരു കാനയിലേക്ക് വീഴും. അയ്യോ, എനിക്കത് ആലോചിക്കുമ്പോൾ ട്രോമയാ. അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ആദ്യം. പെണ്ണുങ്ങൾ എപ്പോഴും വിചാരിക്കും അത് സ്നേഹം കൊണ്ടാണ്. പണ്ടത്തെക്കാളും ആൾക്കാർക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ ഒരു വാരണമായിരം ഒക്കെ പ്രതീക്ഷിച്ചില്ലേ ആയിരിക്കല്ലോ പോ, അതുപോലെയൊക്കെ തന്നെ കിട്ടാറില്ല അല്ലേ? എക്സ്പീരിയൻസ്. ആണുങ്ങൾക്ക് കരയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ അച്ഛനായിരിക്കുമല്ലോ, അച്ഛനും അമ്മയായിരിക്കുമല്ലോ പറഞ്ഞിരുന്നത് ആണുങ്ങൾ കരയാൻ പാടില്ല എന്നുള്ളത്. സൊസൈറ്റി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായാലും ആണുങ്ങളായിരുന്നു. നിങ്ങളിത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നങ്ങൾ. അപ്പൊ നിങ്ങളെ ഡീൽ ചെയ്യും. ഹായ് ഹലോ ഇന്ത്യ കിഡ്സ് വ്യൂവേഴ്സ്. ഇന്ന് എന്നോടൊപ്പം B32 മുതൽ 44 വരെ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കിടാനായിട്ട് 3 പേരുണ്ട്. നമുക്കത് വെൽക്കം ചെയ്യാം. അനാർക്കലി, അശ്വതി ആൻഡ് റെയ്ന. വെൽക്കം ടു ദ ഷോ. ഹായ്. ഓക്കെ, എന്താണ് ആക്ച്വലി മൂവിയെ കുറിച്ച് ആയതിന് എന്താണ് ഒരു വൺ ലൈൻ പറയാനുള്ളത്? പല സൊസൈറ്റിയിലെ പല ഭാഗത്തു നിന്ന് വരുന്ന സ്ത്രീകൾ അവരെങ്ങനെ അവരുടെ പ്രശ്നങ്ങളെ നേരിടുന്നു, അതിനെങ്ങനെ മറികടക്കുന്നു. അപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള നമ്മുടെ ബോഡി പൊളിറ്റിക്സിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിമ്പിൾ സിനിമയാണ്. അല്ല, ആക്ച്വലി ഇതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈറ്റിലാണ്. എല്ലാവരും സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. എന്താണെന്നുള്ള രീതിയിലേക്ക് നമുക്ക് വീണ്ടും സിനിമ കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. എന്താണ് ആ സ്ട്രൈക്ക് ചെയ്യുന്നത്, എന്താണ് അത് ആ ഒരു ടൈറ്റിലോട്ട് വരാനുള്ള റീസൺ? സ്ത്രീകളുടെ ബോഡി അനാട്ടമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അത്. ആ എന്താ പറയുക, ടൈറ്റിലിൽ തന്നെ അത് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സിനിമ കണ്ടാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവൂ. പക്ഷേ സ്ത്രീകൾ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും, അവരുടെ ബോഡി സംബന്ധിച്ച് അവർ നേരിടുന്ന പല പ്രശ്നങ്ങളും 6 സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ കാണിക്കുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ചലഞ്ചസ് എന്തായിരുന്നു? ഈ ഒരു പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഏജ് 26 ആണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് 16 വയസ്സുള്ളൊരു കുട്ടിയായിട്ട് അഭിനയിക്കണേ. അപ്പോൾ പക്ഷെ എന്നാൽ നമ്മൾ 16 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ പോലും ആ പ്രായത്തിൽ ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരാത്ത ഒരു കാര്യമാണ് ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ ഏത് ക്യാരക്ടർ ആണെങ്കിലും അതൊരു ചാലഞ്ച് തന്നെയാണ്. പിന്നെ അങ്ങനെ ഈ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഗ്രൂമിങ് എല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാ ക്യാരക്ടേഴ്സിനും തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അത്. എനിക്ക് കുറച്ച് മീശ കൊളത്തുണ്ടോന്നു. അനാർക്കലിയുടെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വേണ്ടി വന്നത്. ഒക്കെ ഭയങ്കരമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ കുറച്ച് അങ്ങനത്തെ ഒരു ആണുങ്ങളുടെ മാനറിസംസും, പിന്നെ കുറച്ച് നാളത്തേക്ക് ഇതൊരു ഭയങ്കര ഹെയറി ആയിരുന്നു ഞാൻ. അപ്പൊ ആ ഒരു മാനറിസം എനിക്ക് വേണ്ടി ഇപ്പൊ കാണിക്കാമോ? അങ്ങനെ വെക്കല്ലേ, അല്ല ഏതെങ്കിലും ഒന്ന്. നമ്മള് ഒരു ബോഡി ലാംഗ്വേജ് ഭയങ്കര വ്യത്യാസമാണ്. അതിപ്പോ നടക്കാൻ പറയില്ല. പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ മാറ്റുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ മുടി മാറ്റുക. ആണുങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. എങ്ങനെയായിരിക്കും? അത് എനിക്ക് ഇപ്പൊ മുടി ഉള്ളതുകൊണ്ട് ഞാൻ ഓക്കെ, ചില ടൈറ്റിൽസ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും, ചില സ്ട്രൈക്ക് ചെയ്യാതെ പോകുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു മൂവിയിൽ ഇതൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അതെ, എനിക്കത് പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് ഭയങ്കരമായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാവുന്ന ഒരു എന്താണ് അതെ പേര് തന്നെയാണിത്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ തോന്നി അതാണോ, പക്ഷെ അതാണോ എന്ന് ചോദിക്കാൻ ഒരു മടി. അവനിങ്ങനെ പറയത്തില്ല, പറഞ്ഞ അത് തന്നെ. അപ്പൊ അത് എനിക്കൊന്ന് അത് ഭയങ്കരമായിട്ട് ഫിലിമിനെ ഒരു കുറച്ച് ക്യാച്ചി ആക്കുന്നുണ്ട്.
ഓക്കെ, ഇതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം പ്രൊഡക്ഷൻസ് തന്നെയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു അങ്ങനെ ഒരു ഇതിലേക്ക് ചെന്ന് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക്? എന്റെ ആദ്യത്തെ എന്ത് സിനിമയാണ് തോന്നുന്നു അവിടെ പോയി ചോദിക്കുക. അല്ല, എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് എനിക്കിപ്പോ സിനിമയെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാതാണ് വന്നത്. അപ്പൊ വന്നപ്പോ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു കേരള ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയിൽ വന്നു. അതിന്റെയൊക്കെ ഒരു ക്യൂരിയോസിറ്റിയിലായിരുന്നു ഞാൻ. പിന്നെ വന്നു, ഇത്രയും നല്ലൊരു ടീം ഫുള്ള് വിമൻ ആയിരുന്നു. ഫുൾ നമ്മൾ ചുറ്റും നോക്കുന്ന 10-30 സ്ത്രീകളുടെ ഇടയ്ക്കുള്ള ഒരു സെറ്റിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അപ്പൊ അവിടെ ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഭയങ്കര മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ്. അല്ലാതെ ഇങ്ങനെ KSFDC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇതെന്ന് ഇപ്പോൾ എല്ലാവരോടും ആദ്യമായി അഭിനയിക്കുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു 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 വെയിറ്റ് പോലെ ഫീൽ ചെയ്തു. ആ വെയിറ്റ് ഫീൽ ചെയ്തായിരുന്നോ? ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നുന്നു ഇത്തരം കണ്ടന്റ് പൊതുവെ അങ്ങനെ കമേഴ്ഷ്യൽ ഒരു കാറ്റഗറിയിലോട്ട് വരുമ്പോൾ ആരും അങ്ങനെ എടുക്കാൻ ധൈര്യപ്പെടാത്തതാണെന്ന് തോന്നുന്നു. പക്ഷേ KSFDC അത് അപ്രൂവ് ചെയ്യും, അവരത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ ഓക്കെ KSFDC ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു വെയിറ്റ് എന്തായാലും ഉണ്ട്. നമ്മുടെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ആളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആളെങ്ങനെയായിരുന്നു? സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടായിരുന്നു? ശ്രുതിച്ച് ഭയങ്കര, ഐ തിങ്ക് ഷീസ് വെരി ഫോക്കസ്ഡ്, ലൈക്ക് ഷീ നോസ് വാട്ട് ഷീസ് ഡൂയിങ്. അപ്പോൾ അതിപ്പം നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യത്തിലാണേലും ഭയങ്കര ഭയങ്കര കംഫർട്ടായിട്ട് ഭയങ്കര എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് നല്ല രസമായിട്ടാണ് പറഞ്ഞൊക്കെ തരുന്നത്. ആൻഡ് വർക്ക് ചെയ്യാനാണെങ്കിൽ നമ്മളങ്ങനെ ടെൻഷനൊന്നും അടുപ്പിക്കാതെ ഭയങ്കര നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ തോന്നിയിട്ടുള്ളൂ. അത് ശരിയാണ്. അതെ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലായിടത്തും ആ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. കയ്യൊപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, അനാർക്കിലോട്ട് തിരിച്ചു വരാം. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ആക്ച്വലി ഒരു കയ്യൊപ്പ് പതിപ്പിക്കണ്ടായെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ പതിപ്പിച്ചിട്ട് എന്തിനാണ് നമ്മളങ്ങ്? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഞാൻ അതിൽ വേറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ബേസിക്കലി അങ്ങനെയല്ല, നമ്മൾ പതിപ്പിക്കാൻ ശ്രമിക്കണം, നമ്മൾ ശ്രമിച്ചോണ്ടേ ഇരിക്കണം, ആ ശ്രമം വേണം. പക്ഷെ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ എക്സ്പെക്ടേഷൻസ് കുറയ്ക്കണമെന്ന് പറയും. അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരു പോയിന്റ് നമുക്ക് എല്ലാവർക്കും സക്സസ്ഫുൾ ആവാൻ പറ്റത്തില്ല. അത് നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാരൊന്നും ലൈക്ക് ബി എ ബെറ്റർ യുവർ സെൽഫ്. യു ക്യാൻ ബി ബെറ്റർ, ലൈക്ക് യു ക്യാൻ കമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. ട്രൈ ചെയ്യാം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഡെസ്പെറേറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. അതിന് വേണ്ടി ഒരു പരിശ്രമം നടത്താം, പക്ഷെ അത് എത്രത്തോളം ആവും എന്നുള്ളത് നമുക്ക് അതെ, കാര്യം നമ്മളെ ചുറ്റും കാണുന്ന ആരും എല്ലാവരും സക്സസ്ഫുൾ അല്ലല്ലോ. സോ ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പറഞ്ഞപ്പോഴാണ് അതിലോട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് മൂവി തന്നെയാണ് എന്ന് പറയാലോ വേണമെങ്കിൽ. കൂടുതലായിട്ടും അതിനോട് സ്ത്രീകളുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോഡി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് അതിന് അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഒരുപാട് സ്റ്റീരിയോ ടൈപ്സിന് ബ്രേക്ക് ചെയ്യുന്നതും അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചാലഞ്ചസ് അവരെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് ആക്ച്വലി ഇപ്പോൾ ഫീമെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 9 ടെക്നീഷ്യൻസ് പ്ലസ് 6 അസിസ്റ്റൻസ്. അതെ അതെ, മൊത്തം സ്ത്രീകൾ തന്നെയായിരുന്നു. നമുക്കിങ്ങനെ പോകുമ്പം, അതായത് നമ്മുടെ ഇടയിൽ ആകെ ഒരു AD അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നുള്ളൂ ചെറുക്കനായിട്ട്. പിന്നെ അനാർക്കലി ഉണ്ടായിരുന്നു. പുള്ളി ഹി വാസ് ആക്ച്വലി സോ അൺകംഫർട്ടബിൾ ഇൻ ലൈക്ക് അത്രയും പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ വരുമ്പോ മൊത്തം പെണ്ണുങ്ങളാണ്. ഭയങ്കര ഒരു പവർഫുൾ ആയിരുന്നു. നമുക്ക് ഭയങ്കര ഒരു ഡോമിനൻസ് ഉണ്ടല്ലോ കൂടുതൽ എന്ന് വെച്ചാൽ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാ കാര്യങ്ങളെല്ലാം. അതെ അതെ അതെ, ഷൂട്ട് തീർക്കേണ്ട 5 ദിവസം മുന്നേ എന്തോ ഷൂട്ട് തീർത്തിരുന്നു. അതെനിക്ക് അത്ര ഓർഗനൈസ്ഡ് ആണ്, മനസ്സിലായി. എനിക്കൊന്ന് പെണ്ണുങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കുറച്ച് കൂടുതലാണ്. അടക്കം ചിട്ടയുണ്ട്. അതെ, ആണുങ്ങൾക്ക് അതില്ല എന്നാണോ? കുറവാ. ഓക്കെ, നമ്മൾ ആക്ച്വലി ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ക്യാരക്ടർ ആക്ച്വലി 16 years ആയിട്ട് +1 സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലും ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായി കാണില്ല നമുക്ക്. കാരണം ഒരു ഹൗസ് മെയ്ഡായിട്ട് നിൽക്കുമ്പോഴുള്ള
എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി കൊച്ചി സ്ലാങ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന് കൊച്ചി സ്ലാങ് ഇതിനെക്കുറിച്ച് കണ്ടാ ഞാൻ വിചാരിക്കും, ഓ ഡൽഹിയിൽ നിന്നൊക്കെ വന്നാലും മലയാളം അറിയത്തില്ലായിരിക്കും, ശ്രുതി ചേച്ചിക്കും കൂതറ ഭാഷയൊക്കെ. ഇപ്പൊ തന്നെ ഇങ്ങനെ നമ്മള് ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോ പുള്ളിക്കാരി ഭയങ്കര ന്യൂസ് റീഡേഴ്സ് ഒക്കെ ആയിരുന്നു പറയുന്ന പോലെ. അതെ, തികച്ചും വ്യത്യസ്തമായ ഒരു തികച്ചും എന്നുള്ള വാക്കൊക്കെ ആരാടെ ഉപയോഗിക്കുന്നത്? ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ പോയിട്ട് കട്ടയ്ക്ക് മലയാളം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇവിടെ വീട്ടിൽ മലയാളം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ശ്രുതി ചേച്ചിക്ക് ആദ്യം എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം കുട്ടിക്ക് മലയാളം അറിയുമോ എന്നത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മലയാളം അറിയാം, അപ്പൊ ഇനി ഓഡിഷൻ ചെയ്ത് നോക്കാത് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഞാൻ തന്നെ ഡബ് ചെയ്തപ്പോൾ ശ്രുതി ചേച്ചിക്ക് അതും ഒരു നിർബന്ധമായിരുന്നു, കുട്ടി തന്നെ ഡബ് ചെയ്യണമെന്ന്. അപ്പോൾ കൊച്ചി സ്ലാങ് കറക്റ്റായിട്ട്, ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ളൊരു മലയാളം പറയുമ്പോൾ എനിക്ക് ആ കറക്റ്റ് സ്ലാങ്ങിൽ പറയേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെയോ സാധിച്ചെടുത്തു. നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഒരു ഫിലിം മുമ്പേ വരേണ്ടതായിരുന്നു എന്നിങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനത്തെ സിനിമ വളരെ കുറവാണെന്നേ ഉള്ളൂ. KG ജോർജിന്റെ ഒക്കെ ആദാമിന്റെ ഭാര്യയില് പോലെയുള്ള വളരെ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്പേഴ്സ് കുറവാണെന്നുള്ളതേ ഉള്ളൂ. അതാ പറഞ്ഞു, ആക്ച്വലി കുറെ മൂവീസ് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം ഇതുപോലെ തന്നെ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നൊരു ഇതുണ്ട്. കൂടുതൽ ഒരു സ്ത്രീ വന്നിട്ട് 5-6 പേര് ഇടിച്ചിടുന്നു. ഈ സീനാണ് കമേഴ്ഷ്യൽ ആവുമ്പോൾ. ദാറ്റ് ഇസ് പ്രോബ്ലി വുമൺ എംപവർമെന്റ് ഇൻ കമേഴ്ഷ്യൽ സിനിമ. അപ്പൊ അത് ഒട്ടും വർക്കല്ല. അതെനിക്കൊന്നും ആണുങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റത്തില്ല, 5-6 പേരെ ഇടിച്ചിടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഒരു ഓഫ് ബീറ്റ് പടം കുറെ ആക്ച്വലി സ്ത്രീപക്ഷ സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓഫ് ബീറ്റ് പടങ്ങൾ ആരും കാണുന്നില്ല. അപ്പൊ എനിക്കൊന്ന് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം. നമ്മള് കുറച്ചുകൂടെ കമേഴ്ഷ്യൽ. ഇത് പക്ഷെ അത്ര ഓഫ് ബീറ്റ് അല്ല, കുറച്ച് കമേഴ്ഷ്യൽ ആയിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. കാരണം പൊതുവേ ഒരു മൂവീസ് വരുമ്പോൾ ഒരു മെസ്സേജസ് കൊടുക്കുന്നുണ്ടാകും പല മൂവീസിലും. ബേസിക്കലി ഒരു ബോഡി പാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ പോകുന്നത്. അപ്പം അതിനോടുള്ള ഒരു സമീപനം എനിക്കൊന്ന് കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരിക്കും. കാര്യം അതിനെ നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഭയങ്കര ഓക്വേർഡായിട്ടും വിയേർഡായിട്ടും കാണുന്ന ഒരു ബോഡി പാർട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിനോടുള്ള ഒരു സമീപനം ചിലപ്പം മാറാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സ്ത്രീകൾക്ക് കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. പല ക്യാരക്ടേഴ്സിന്റെയും പല കാര്യങ്ങളും കാണുമ്പോൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു പുരുഷ വിഭാഗം അതിരുന്ന് കാണുമ്പോഴത്തേക്കും ഇങ്ങനെയും അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ടോ എന്നുള്ള ചിന്ത കാണുന്നവർക്ക് എന്തായാലും അത് തോന്നും. എന്തായാലും ഒരു മെമ്മറീസ് ഷെയർ ചെയ്യാനുണ്ടോ ഫ്രം ദ ഷൂട്ടിംഗ് സൈറ്റ്? ഞാനൊരു എപ്പിസോഡായിട്ട് ഞാൻ 7 ദിവസം എന്തോ ഷൂട്ട് ചെയ്തോളേ. പക്ഷെ ഭയങ്കര മെമ്മറി. ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ സ്വന്തം സംസാരിക്കുക, വെറുതെ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് നടക്കുക. നേരെ പോയൊരു കാനയിലേക്ക് വീഴും. അയ്യോ, എനിക്കത് ആലോചിക്കുമ്പോൾ ട്രോമയാ. അത് ഞാനൊരു നേരെ പോയൊരു കാനയിലേക്ക് അങ്ങ് വീണു. ഞാൻ രാത്രി ഞാൻ കണ്ടില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ എംബാരസ്ഡ് ആയിട്ട് എനിക്കിങ്ങനെ ഇത് എന്ത് ചെയ്യണം, ഞാൻ എന്തായാലും ആൾക്കാരുടെ മുമ്പിൽ കൂടെ നടന്നു പോകണമല്ലോ. ഞാൻ പിന്നെ നൈസായിട്ട് കയറിപ്പോയി, ഒന്നും വേണ്ടിയില്ല. ഞാൻ പോകുമ്പോഴേക്ക് ആൾക്കാർ എന്തൊരു എന്നിട്ട് ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ഇതൊക്കെ ചെളിയൊക്കെ ആയിട്ട് കയറിപ്പോയി. ഞാൻ ആരോടും പറയണ്ട, എല്ലാവരും പറഞ്ഞു, സകല ആൾക്കാർ പറഞ്ഞു. അതൊരു നല്ലൊരു മെമ്മറി ആയിരുന്നു. ഒരു ദിവസം കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വന്നിട്ട് ഉറങ്ങിപ്പോയി, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. കുറെ വന്ന് കഥകളൊന്നും മുട്ടിയിട്ടൊന്നും അറിഞ്ഞില്ല. പിന്നെ കുറെ നേരം കഴിഞ്ഞ് ബോധം വന്ന് നോക്കിയപ്പോഴാണ് അയ്യോ 10 മണിയായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ 6 മണിയുടെ ഷൂട്ടിനാണ് 10 മണി. അതെ, 10 മണിക്ക് ഞാൻ എണീറ്റ്. അതെ, അത് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ, ഈ കുട്ടി എവിടെ പോയി എന്നൊക്കെ ഉള്ളൊരു പേടിയായി. ഇമാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട് നമ്മുടെ കൂടെ. ഞങ്ങൾക്കൊരു മേക്കൗട്ട് സീനൊക്കെ ഉണ്ട്. അതാണ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് എന്റെ ഫേവറേറ്റ് മെമ്മറി. എന്ത് സീനായിരുന്നു? മേക്കൗട്ട്. അപ്പൊ എന്റെ ഫസ്റ്റ് പ്രോബ്ലി ഒരു പെണ്ണിനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഫൈൻ. നമ്മുടെ ഉയരെ മൂവിയിൽ നമ്മൾ ആക്ച്വലി അതിനകത്ത് ആസിഫ് ഖാൻ നമ്മൾ ആസിഡ് ഒഴിക്കുന്നു, അങ്ങനെ സ്ത്രീകളോട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ആദ്യം. പെണ്ണുങ്ങൾ എപ്പോഴും വിചാരിക്കുക അത് സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന്ന്
ഇല്ല ഇത് സ്നേഹമല്ല എന്നും ഒരു അവയർനെസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടെ ഉണ്ട്. പണ്ടത്തെക്കാളും ആൾക്കാർക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ വേഴ്സ് ആയെന്ന് എനിക്കറിയത്തില്ല. പെണ്ണുങ്ങൾക്കും കാര്യം ഇപ്പൊ കൽപ്പിന്റെ കാന്താരീസ് കുറച്ച് കൂടുതലല്ലേ? പണ്ടത്തേക്കാളൊക്കെ കൂടുതലാണെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഓക്കെ, സോ കുറച്ചും കൂടി വോക്ക് ആയിട്ടുണ്ട് അല്ലേ? അതെ അതെ. അത് എനിക്കൊന്ന് ഈ ഉയരെ സിനിമന് ശേഷം കുറെ പേരാണെങ്കിലും ഇങ്ങനെ ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കും ഞാൻ സാരിയ എന്ന് പറഞ്ഞിട്ട് റോളാണല്ലോ ചെയ്തത്. അപ്പോൾ അതായത് എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കിത് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു ഫ്രണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഷീ ഹാഡ് ദിസ് വെരി ടോക്സിക് റിലേഷൻഷിപ്പ്. എന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ എടി നീ ഇതൊന്ന് മനസ്സിലാവത്തില്ല. അതൊരു ഭയങ്കര ട്രോമ ബോണ്ടഡ് ആയിരിക്കും ഇയാളായിട്ട്. അപ്പൊ അത് മനസ്സിലാവത്തില്ല. കാര്യം നമുക്ക് എപ്പോഴും ഇയാൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ അതിനെ വില കൊടുക്കത്തുള്ളൂ. കാര്യം സ്നേഹമുള്ള മനുഷ്യൻ തന്നെ ആയിരിക്കും. അതെ, ലവ് മാത്രമായിരിക്കും ആ സമയത്തുള്ള ചിന്ത. അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു സംഭവം മൈൻഡിലോട്ട് കയറത്തില്ല അല്ലേ? നമ്മളൊരു മെയിലിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആണിനെ കാണുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് സൗന്ദര്യത്തെ പറ്റിയിട്ട്. എനിക്ക് എന്റെ കാഴ്ചയിൽ ഭംഗിയുണ്ടോ എന്ന് നോക്കും. അതല്ലാതെ വഴി കൂടെ പോകുന്ന ഒരു ചെക്കനെ നമ്മള് കൊള്ളാം ഇവന്റെ ഡ്രസ്സ് നോക്കേണ്ട കാര്യമില്ല. പ്രേമിക്കാനൊക്കെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അതാണ് ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. ഞാൻ നല്ല അപ്പൊ നടന്നു പോകുന്ന ആള് ചിരിച്ചിട്ടില്ലെങ്കിൽ നടന്നു പോകുന്നവരൊക്കെ നോക്കാൻ നിൽക്കുവാണ്. ഇതന്നെ ഇത് കൊള്ളാലോ, നമ്മളിപ്പോ ഏത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ കുട്ടി കൊള്ളാലോ എന്ന് തോന്നില്ല. ഒരു 10 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാളെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നിയാലും ഷർട്ട് നല്ല നല്ല ഭംഗിയുണ്ട്. രാവിലെ കാണുമ്പോൾ തന്നെ കൊള്ളാലോ. അല്ലേ, എല്ലാരും ട്രെയിനിലൊക്കെ പോകുമ്പോ ഒരു വാരണം ഒക്കെ പ്രതീക്ഷിച്ചല്ലേ ആയിരിക്കല്ലോ പോകും. അതുപോലെയൊക്കെ തന്നെ കിട്ടാറില്ല അല്ലേ? ട്രെയിനിൽ പോയ എസ്പെഷ്യലി ഇല്ല, അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു റാപ്പിഡ് ഫയറിലോട്ട് പോവാം. ഇല്ല, സിമ്പിൾ, ജസ്റ്റ് നോർമൽ ക്ലീഷേ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കാണുന്ന ഏറ്റവും ഒരു ഗുഡ് ക്വാളിറ്റി? ഞാൻ ഭയങ്കര സ്വീറ്റ് ആണ്. ഐ ആം എ വെരി കൈൻഡ് പേഴ്സൺ. എനിക്ക് നല്ലോണം സംസാരിക്കാൻ അറിയാം. അതാണ് നല്ല ക്വാളിറ്റി. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ജഡ്ജ്മെന്റിലല്ല എന്ന്. എനിക്കറിയില്ല, മറ്റുള്ളവരും കൂടെ പറയണം. അല്ലാന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരാളെ കണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരാളല്ല. കാണുന്ന ഒരു ബാഡ് ക്വാളിറ്റി എനിക്കറിയില്ല. ബാഡ് ക്വാളിറ്റി പോലും ഇല്ല. എനിക്ക് പെട്ടെന്ന് ഞാൻ ലിസ്റ്റ് എടുക്കേണ്ട വരും. അങ്ങനെയല്ല, അത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആയിൽ തോന്നിയെന്നൊക്കെ പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദേഷ്യമാണ് എൻ്റെ ഏറ്റവും ബാഡ് ക്വാളിറ്റി. എല്ലാവർക്കും അതന്നെ എനിക്ക് തോന്നുന്നല്ലേ? എനിക്ക് പക്ഷേ ഞാനിപ്പം ഭയങ്കരമായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് വളരെ കാമാവാൻ ശ്രമിക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പം കാമാവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ദേഷ്യം, എല്ലാവർക്കും ദേഷ്യമല്ലേ? ഞാൻ വേറെ എക്സ്ക്ലൂസീവ് ആയിട്ട് ദേഷ്യം എന്നൊക്കെ പറയാൻ വേണ്ടിയിരുന്ന എല്ലാവർക്കും ദേഷ്യം തന്നെ ഭയങ്കര റേജ്. അതെന്ന് വെച്ചാൽ ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയും. അങ്ങനെയൊന്നുമില്ല. ആണോ? ഇപ്പൊ ദേഷ്യമൊന്നുമില്ലല്ലോ. എക്സ്ക്ലൂസീവ് ആയല്ലോ. അല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയും, അങ്ങനെ ഉപദ്രവിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ? പറഞ്ഞ അധികം പറ്റാവൂ. ഇല്ല, എന്താ ആഗ്രഹിക്കാലോ. അങ്ങനെ എനിക്ക് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച ഭയങ്കര ആഗ്രഹമുണ്ട്. പറയാൻ വെച്ചിരുന്ന ആണോ? മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്യണമെന്ന്. കാരണം എൻ്റെ ഫ്രണ്ട്സ്, ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിൽ ഇപ്പൊ എൻ്റെ കുറച്ച് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ദേവദത്ത്, അങ്ങനെ അപ്പോൾ അരവിന്ദ്, സിദിൻ എന്നൊക്കെ പറഞ്ഞ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെല്ലാവരും ഞങ്ങളുടെ ഗാങ്ങിൽ ഒരു 4 പേരുണ്ട്. ഈ 3 പേരും മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ബാക്കി 2 പേരും ടെക്നീഷ്യൻസാണ്. ഞാൻ മാത്രം വർക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഞാനിങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് വെറുതെ സൈഡിൽ കൂടെ പോയാലെങ്കിലും മതി അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒബ്വിയസ്ലി മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചാൽ കൊള്ളാന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. മമ്മൂക്ക ഫാൻസ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ക്രഷ് ആയിട്ട് തോന്നിയിട്ടുള്ള എനിക്ക് ഭയങ്കര ഈ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. ആസിഫ് അലി ഭയങ്കര ഇഷ്ടം. ഏതിലും ഒരാളിരുന്നാ മതി. ആസിഫ് അലി പറഞ്ഞു വേറെ വേറെ ലുക്മാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ,
ഞാൻ ലുക്മാൻ പറഞ്ഞാലോ വിചാരിച്ചു, പിന്നെ ലുക്മാൻ എന്നോട് അഭിനയിക്കുന്നില്ല വിചാരിക്കുന്നു. അവന് സോപ്പിടാൻ വേണ്ടി പറയുന്നതാണ്. എനിക്ക് സിംഗർ കാർത്തിക്കിനോട് ഭയങ്കര ക്രഷാണ്. ഫീമെയിൽസിന് മാത്രമായിട്ട് ഒരു ലോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ആക്ടിവിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൽ അവർ ഭയങ്കര എന്താ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആണുങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, അവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ ഒരിക്കലും അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഇത്രയും കാലം വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മളുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുമ്പോൾ അത് തന്നെയല്ലേ. അല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പൊതുവേ മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും ഈക്വലി പോകുന്ന ഒരു ഇതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആക്ച്വലി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ കൂടുതലും ആളുകൾ ഫീമെയിൽസിന് കുറച്ച് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇത് കണ്ട് വരുന്നുണ്ട്. ഇതാക്കി പറയുന്നതല്ല, റോഡ് ആക്സിഡൻസ് എന്താണെങ്കിൽ പോലും ഇപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മെയിൽസിൽ അങ്ങനെ ഒരു ഇത് മാറ്റം വരുത്തുന്നില്ലേ, ഒരു ഡിഫറൻറ്റ് മാറ്റി നിർത്തുന്ന ഒരു ഇത് തോന്നുന്നില്ലേ? ആണുങ്ങളെ മാറ്റി നിർത്തും റിയലി ആണുങ്ങളെ എവിടെയാണോ? ആണുങ്ങൾ അങ്ങനെ മാറ്റിയൊന്നും നിർത്തുന്നില്ല ആരും. എവിടെയും അത് ഉണ്ടെങ്കിൽ ആണുങ്ങൾ മാത്രമാണ്. അല്ല അങ്ങനെയല്ല. ആണുങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാ. മനസ്സിലായോ? അതായത് സ്ത്രീകൾ വന്നിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ല. സ്ത്രീകൾ ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഫോർ എക്സാമ്പിൾ മീറ്റു കാരണമൊക്കെ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫേക്ക് കേസസ് ഒക്കെ കൊണ്ട് ആണുങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പം അത് ഒട്ടും നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ അത് ചുരുക്കമാണ്. മെജോറിറ്റി അങ്ങനെയല്ല. മെജോറിറ്റി അതല്ല. മെജോറിറ്റി ഞാൻ കൂടുതലും ഫുള്ളി പറയുന്നില്ല, കുറച്ച് ഉണ്ടെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കൂടുതലും നിങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു പുരുഷന് ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ രാത്രി ഫീമെയിൽ ഗേസ് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പുരുഷന് ഒരു ഫീമെയിൽ ഗേസ് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സ്ത്രീകളൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ചുറ്റും കാണുന്ന ഒരു മെയിൽ ഗേസ് കൊണ്ട് അവർക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. അങ്ങനെ ആണുങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ പ്രശ്നമുണ്ട്, പക്ഷെ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഫീമെയിൽസിന് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നില്ല. ഇതിപ്പം ഞാൻ തോന്നിയിട്ടുണ്ട്, ഇപ്പൊ ആണുങ്ങൾക്ക് കരയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ പ്രകടിപ്പിക്കാൻ, ആരെങ്കിലും കംഫർട്ടബിൾ ആകാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെയാണ്, ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ അതെല്ലാം ഒബ്വിയസ്ലി നിങ്ങൾ വളർന്നത് കൊണ്ടാണ്. ആരാണ് നിങ്ങൾ വളർത്തുന്നത്? നിങ്ങളുടെ അച്ഛനും ഒക്കെ ആയിരിക്കുമല്ലോ. നിങ്ങളുടെ അച്ഛനായിരിക്കുമല്ലോ, അച്ഛനും അമ്മയായിരിക്കുമല്ലോ പറഞ്ഞു തരുന്നത് ആണുങ്ങൾ കരയാൻ പാടില്ല എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത്, അതായത് പണ്ട് മുതലേ ഇത് സൊസൈറ്റി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായാലും ആണുങ്ങളായിരുന്നു. എങ്ങനെ കറക്റ്റായിട്ട് പെണ്ണുങ്ങൾ പോലും എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നങ്ങൾ. അപ്പൊ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യണം. ഞാനൊരു ഇത് പറയാം, അനാർക്കലി ഏതെങ്കിലും ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ട്രോളർമാർക്ക് ഒരു പെരുമഴയാണെന്ന്. അല്ല, ഞാനതിപ്പോ മാക്സിമം ഞാൻ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അതിനുവേണ്ടി ഞാൻ നിന്ന് കൊടുക്കാറില്ല. അല്ല, എങ്ങനെയാണ് ട്രോളുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ? പിന്നെ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യാറൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ട്രോളൊക്കെ അടിപൊളിയാണ്. ട്രോള് കാരണമാണ് ഞാൻ ഫേമസ് ആയത്. അതിപ്പോ തന്നെ എന്തെങ്കിലും ട്രോള് തിരിച്ചെത്തിയത് അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇല്ല, എനിക്കിഷ്ടമാണ് അതൊക്കെ, കുഴപ്പം ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ ഞാനുള്ള ഒരു മൂഡിലല്ല. ഞാനിപ്പോ പറഞ്ഞ എന്തെങ്കിലും ട്രോൾ, അത് ഞാൻ മാക്സിമം എന്തെങ്കിലും പറയാൻ വന്നാലും ഞാൻ ഒന്നും പറയരുത്. അതുകൊണ്ടല്ല, പിന്നെ ആ ഒരു പ്രായത്തിൽ അങ്ങനെ പറയായിരുന്നു. അതിന്റെ ഒരു സമയം കഴിഞ്ഞു. ഇപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നു. ഓക്കെ, നമ്മളൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി, അല്ലെങ്കിൽ ഒരു ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇഷ്യൂവിനെ കുറിച്ച്. ഇവിടെ എന്റെ ഫാമിലിയിലെ ഒരു ഇഷ്യൂനെ കുറിച്ച് ഓപ്പൺ അപ്പ് ചെയ്തു. ഓക്കെ, അത് ഓപ്പൺ അപ്പ് ചെയ്യണമെന്ന് വെച്ച് വെറുതെ ഓപ്പൺ അപ്പ് ചെയ്തതാ. ഞാനല്ല, എനിക്കത് നോർമലൈസ് ആവണമെന്നുണ്ടായിരുന്നു. കാര്യം ഒരു ഡിവോഴ്സ് അതൊക്കെ സ്റ്റിൽ സംതിങ് വെരി ബാഡ്, സ്റ്റിൽ എ ടാബു. അപ്പൊ അത് എനിക്ക് മാറണമെന്നുണ്ടായിരുന്നു. ആൻഡ് അത് ഇപ്പം ഒരു അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാൾ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് പിന്നെ നോർമൽ ആവുക ചെയ്യുന്നത്. ആൻഡ് എൻ്റെ പേരൻസിന് ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഏജ് ഉണ്ട്. അവർ നല്ല അപ്പയ്ക്ക് 60 വയസ്സുള്ളപ്പോഴാണ് ഇവര് ഡിവോഴ്സ് ആവുന്നത്. അപ്പം ദാറ്റ്സ് ലൈക്ക് ടു ഫാർ. അപ്പം
ആ സമയത്തൊക്കെ ആൾക്കാർ ഡിവോഴ്സ് ആവുന്നത് ഭയങ്കര കുറവാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വേർ ദ റെവല്യൂഷൻസ്. ഏത് പ്രായത്തിലും ഡിവോഴ്സ് ആവാൻ കഴിയണം. ഫാമിലിയുടെ ഭാഗത്തു നിന്നൊക്കെ കുറേ മോശം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഈ സ്റ്റോറി ഇടുമ്പോൾ ഐ വാണ്ടഡ് ടു tell people that I'm okay, my sister is okay, everyone is okay, and this is the total concept of divorce is also okay, and we can celebrate that. അപ്പോൾ എൻ്റെ വാപ്പയുടെ സെക്കൻഡ് മാരേജും എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, and that is okay എന്ന് എനിക്ക് ആൾക്കാരോട് പറയണം. പ്രേക്ഷകരിലേക്ക് എത്തുവാണ് മൂവി. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങളുടെ. കാര്യം ഒരു ഗവൺമെന്റ് ഫണ്ട് ആയതുകൊണ്ട് OTTയുടെ കാര്യം വലിയ ഉറപ്പില്ല, അതെങ്ങനെയാണ് അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. യെസ് ഫോർ ഷുവർ. അപ്പോൾ അത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കണ്ടാൽ കാണാം. I wish you all the very best. Thank you. For the team. Yeah, thank you. UK and യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ smileytrips.com കോൺടാക്ട് ചെയ്യുക. UK and Europe ടൂർ എക്സ്പെർട്ട്.